ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഒരു ലഘുവായ സുവിശേഷ സന്ദേശം തന്നെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം നമ്മുടെ പഠനത്തിനും ഭക്തിക്കും വിശ്വാസനും ആത്മരക്ഷയ്ക്കും എല്ലാറ്റിനും മുഖാന്തരമായിരിക്കുന്ന വിഷയം ലോകൈക രക്ഷകനായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ഒരു ലഘുവായ സന്ദേശം ഈ സന്ധ്യാസമയത്ത് പറയുവാൻ ദൈവസ്ഥാനം ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നിസ്തുലനായ ഒരു വ്യക്തിയാണ്. ദ ഇൻകമ്പയറബിൾ ക്രൈസ്റ്റ് എന്നാണ് ക്രിസ്തുവിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. ക്രിസ്തുവിന് സമം ക്രിസ്തു മാത്രം. യേശു ക്രിസ്തുവിനെ മറ്റാരുമായും നമുക്ക് തുല്യം ചെയ്യുവാനോ ആരുമായും തുല്യപ്പെടുത്തുവാനോ നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ക്രിസ്തുവിന്റെ നിസ്തുല്യത വിവിധ പ്രവിശ്യകളിലായി വ്യാപിക്കുന്നതായി കാണാൻ സാധിക്കുന്നു. ആദ്യമായി ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തു ചരിത്രത്തിലെ നിസ്തുല്യനായ വ്യക്തിയാണ്. ചരിത്രാതീതതയിൽ നിസ്തുല്യ സത്തയായി വിരാജിച്ച യേശു ക്രിസ്തു ചരിത്രത്തിലും നിസ്തുല്യനാണെന്ന് ചരിത്രത്തിന്റെ ഏടുകളിലൂടെയും ബൈബിളിന്റെ പ്രതിപാദനത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ചരിത്രത്തിൽ അവതരിച്ച യേശു ക്രിസ്തുവിന്റെ ജനനം, ജീവിതം, ഉപദേശം, പ്രവൃത്തി, മരണം എന്നിവ സംബന്ധിച്ച് വളരെ മികവുറ്റ കിടയുറ്റ വിവരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഞാൻ വളരെ വേഗത്തിൽ അതിലേക്ക് കടന്നുപോയിട്ട് ദീർഘിപ്പിക്കാതെ ഈ വിഷയം അവസാനിപ്പിക്കാം. കർത്താവായ യേശു ക്രിസ്തു ജനനത്തിൽ നിസ്തുലനാണ്. മുൻ പ്രഖ്യാപിച്ച പ്രഖ്യാപന പ്രകാരമാണ് യേശു ക്രിസ്തു ലോകത്തിൽ ജനിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ നിസ്തുല്യതയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തിരുവെഴുത്ത് പ്രഖ്യാപിക്കുന്ന മുൻകൂട്ടിയുള്ള പ്രഖ്യാപനം വിശുദ്ധ തിരുവെഴുത്തിൽ എത്രയും സ്പഷ്ടമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യേശു ക്രിസ്തു ചരിത്രത്തിൽ അവതരിച്ചതും മനുഷ്യവർഗത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകിയ ഉത്തരവുമായ ക്രിസ്തു മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന പാലം ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വിശുദ്ധ തിരുവെഴുത്തുകൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം സംബന്ധിച്ച് വളരെ മുമ്പ് തന്നെ മുൻപ് കൂട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ മനുഷ്യ ഉൽപ്പത്തിയുടെ ആരംഭകാലം മുതൽ അനുക്രമമായി നൽകപ്പെട്ട ദൈവിക വാഗ്ദത്തത്തിന്റെ ചരിത്രത്തിന്റെ നിവൃത്തിയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത്. ആദ്യ മനുഷ്യൻ മുതൽ പ്രവാചകനായ മലാഖി വരെയുള്ള, അതായത് ക്രിസ്തുവിന് മുമ്പ് 5000 തുടങ്ങി 420 വരെയുള്ള കാലഘട്ടത്തിന്റെ മുഴുവൻ വേദപുസ്തക രേഖകളും ചരിത്രരേഖകളും പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആരിൽ നിന്ന് എങ്ങനെ എപ്പോൾ എവിടെ എന്തിന് ജനിക്കുമെന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജനനത്തെക്കുറിച്ച് താൻ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്കോ സഹസ്രാബ്ദങ്ങൾക്കോ മുമ്പേ ദൈവം മുൻപ് കൂട്ടി പ്രഖ്യാപിച്ച ഏതെങ്കിലും ഒരു ജന്മമുണ്ടെങ്കിൽ ആ ജന്മം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ്. വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകാം. ഒന്ന്, ക്രിസ്തു എങ്ങനെ ജനിക്കും? ആദ്യ മനുഷ്യനുള്ള ദൈവശബ്ദമാണ് ഏതാണ്ട് ക്രിസ്തുവിന് മുമ്പ് 4000 അടുത്ത കാലഘട്ടങ്ങളിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പാപം ചെയ്ത മനുഷ്യനോട് ദൈവം പറയുകയാണ്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അത് വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ താളുകളിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നു. 2, എവിടെ ജനിക്കും? ക്രിസ്തുവിന് മുമ്പ് 739 മുതൽ 686 വരെയുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഇസ്രായേൽ പ്രവചിച്ച പ്രവാചകനായ മീഖ പ്രവാചകൻ അദ്ദേഹം ഇപ്രകാരം തന്നെ പ്രവാചക പുസ്തകത്തിൽ വിളിച്ചു പറയുക,
നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ജനനം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. മീഖാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. അപ്പൊ മീഖാ പ്രവാചകൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത്? യഹൂദയിലെ ബേത്ലഹേമിലാണ് ജനിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി ഈ വാക്യങ്ങൾ പറയുന്നു. മൂന്നാമത്, യേശു ക്രിസ്തു ആരിൽ നിന്ന് ജനിക്കും? ക്രിസ്തുവിന്റെ ജനനത്തിന് 739 681 വരെയുള്ള കാലഘട്ടത്തിൽ, BC 739 മുതൽ 681 വരെയുള്ള കാലഘട്ടത്തിൽ ഇസ്രായേലിൽ പ്രവചിച്ചിരുന്ന ഇസ്രായേലിന്റെ പ്രവാചകനായിരുന്ന യെശയ്യാവ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. പുരുഷ ബന്ധം കൂടാതെ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അപ്പൊ യേശു ക്രിസ്തു എങ്ങനെ ജനിക്കും, എവിടെ ജനിക്കും, ആരിൽ നിന്ന് ജനിക്കും, ഈ കാര്യങ്ങൾ മുൻപ് കൂട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി നാലാമത് അതേക്കുറിച്ച് പറയുമ്പോൾ, എന്തിനു വേണ്ടി യേശു ജനിക്കും? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് ഒരു പ്രത്യേകമായ ദൈവിക ഉദ്ദേശം ഉണ്ടായിരുന്നു. അത് വളരെ വ്യക്തമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യെശയ്യാവ് തന്നെ വിളിച്ചു പറയുകയാണ്. 53-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. 53-ന്റെ-12 യെശയ്യാവ് പറയുന്നു: കുരുട്ട് കണ്ണുകളെ തുറക്കുവാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വെടിയിപ്പാനും എന്നാണ് കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇരുട്ടിൽ നടന്ന ജനത്തിന് അന്ധതമസ്സുള്ള ദേശത്ത് പാർക്കുന്നവർക്കും പ്രകാശം നൽകുന്നതിന് എന്ന് യെശയ്യാ 9:2 42:6 ഈ വാക്കിൽ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, മുന്നെഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകളിൻ പ്രകാരം ആണ് കർത്താവായ യേശു ക്രിസ്തു എപ്പോൾ, എവിടെ, ആരിൽ നിന്ന്, എങ്ങനെ, എന്തിന് ജനിക്കും എന്നുള്ള പ്രഖ്യാപനം വന്നിട്ടുള്ളത്. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ ജനനം മുൻപ് കൂട്ടി പ്രഖ്യാപിക്കപ്പെട്ട തിരുവെഴുത്തുകളുടെ നിവർത്തിയ നിലയിൽ ക്രിസ്തു ജനനത്തിൽ നിസ്തുലനാണ് എന്ന് നമ്മൾ വായിക്കുന്നു. ഇനി പ്രവചനത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന നിസ്തുലത എന്താണെന്ന് നോക്കാം. പ്രവചനങ്ങൾക്ക് ചരിത്രം നൽകുന്ന അംഗീകാരത്തിനുള്ള ദൃഷ്ടാന്തങ്ങൾ അനേകങ്ങളാണ് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. കർത്താവിന്റെ ജനനത്തില് സുദീർഘമായി കാലഘട്ടങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള പല പ്രവചനങ്ങൾക്ക് ചരിത്രം അംഗീകാരം നൽകിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ നാം വായിക്കുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യകാല ആധികാരിക ചരിത്ര രേഖയാണ് വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിൽ പറയപ്പെടുന്ന 4 സുവിശേഷങ്ങൾ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ 4 സുവിശേഷങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള വിശുദ്ധ വേദപുസ്തകത്തിലെ ആധികാരിക രേഖകളാണ്. യേശുവിന്റെ ജീവിതത്തെയും ആശയങ്ങളെയും സംബന്ധിച്ച് HG വെൽസ് എന്ന് പറയുന്ന ചരിത്രകാരനാകുന്നയാള് അദ്ദേഹം ചരിത്രത്തിൽ അതേക്കുറിച്ച് പറയുന്ന സാക്ഷ്യം ഏറ്റവും ശ്രേഷ്ഠമായ സാക്ഷ്യമാണ്. അദ്ദേഹം പറയുകയാണ്, യേശുവിന്റെ ജീവിതം, ആശയങ്ങൾ സംബന്ധിച്ച് നമുക്ക് നേരിട്ടുള്ള അറിവ് ലഭിക്കുന്നത് 4 സുവിശേഷങ്ങൾ മുഖാന്തരമാണ്. അത്യന്തം സ്പഷ്ടമായി ഒരു വ്യക്തിയുടെ ചരിത്രം ഈ 4 സുവിശേഷങ്ങൾ നമ്മുടെ മുമ്പാകെ കൃതകൃത്യതയോടെ വരച്ചു കാട്ടിയിരിക്കുന്നു. HG വെൽസ് പറയുക, ക്രിസ്തുവിന് മുമ്പ് 30 മുതൽ ക്രിസ്തുവിന് 14 ക്രിസ്തു വരെ, അതായത് യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷമുള്ള 14 വർഷം വരെ, അതായത് BC 30 മുതൽ AD 14 വരെ റോമൻ ചക്രവർത്തിയായിരുന്ന ഔഗസ്ത്യോസ് കൈസറുടെ കാലത്ത് കുറേനിയോസ് എന്ന് പറയുന്ന ആള് സുറിയ നാട് വാണിടുമ്പോൾ ക്രിസ്തുവിന് മുമ്പ് 6 മീഖാ പ്രവാചകൻ പറഞ്ഞിരുന്ന യഹൂദിയയിലെ ബേത്ലഹേമിൽ ദാവീദിന്റെ പട്ടണത്തിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പാപം ചെയ്ത ആദ്യ മനുഷ്യനോട് ദൈവം നേരിട്ട് കൽപ്പിച്ചത് പ്രകാരം സ്ത്രീയുടെ സന്തതിയായി കന്യകയുടെ സുതനായി കാലത്തിന്റെ സമ്പൂർണതയിൽ കർത്താവായ യേശു ഈ ലോകത്തിൽ ഒരു പുരുഷനായി അല്ലെങ്കിൽ ഒരു മനുഷ്യ ശിശുവായി ജനിച്ചു. ഗലാത്യർ 4:4 വായിക്കുന്നു, എന്നാൽ കാലത്തിന്റെ തികവെങ്കിൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ഈ ലോകത്തിലേക്ക് അയച്ചു. വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യോഹന്നാൻ 1:14. യോഹന്നാൻ തന്നെ പറയുകയാണ്, ഞങ്ങൾ അവന്റെ ദേശത്തെ പിതാവിനുള്ള ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ചരിത്രപുരുഷനായ കർത്താവായ യേശു ക്രിസ്തു മിഥ്യയാണെന്നും യേശു ക്രിസ്തു എന്ന് പറയുന്ന ചരിത്രപുരുഷൻ ചരിത്രത്തിൽ അവതാരം ചെയ്തിട്ടില്ല എന്നും അത് കേവലം ക്രൈസ്തവരുടെയോ യഹൂദന്മാരുടെയോ ചുരുക്കം ചില ഇസ്ലാമികളുടെയോ കെട്ടുകഥയായി അവർ ഉണ്ടാക്കിയെടുത്ത ആശയങ്ങളാണെന്നും ഒക്കെ പറയുന്ന ആളുകൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഈ പറയപ്പെട്ട റോമൻ കൈസറായിരുന്ന ഔഗസ്ത്യോസ് കൈസറ്
കുറേനിയോസ് എന്ന് പറയുന്ന നാടുവാഴി ഇത്യാദി ആളുകളുടെ പേര് വിവരങ്ങളും അവരുടെ ഭരണകാലഘട്ടവും അവരുടെ പരിഷ്കാരങ്ങളും അവരുടെ ജീവിതാന്ത്യവുമെല്ലാം ഇവിടുത്തെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ വെളിയിലുള്ള ചരിത്ര രേഖകൾ വളരെ വ്യക്തമായി നമുക്ക് ലഭിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീബുദ്ധൻ, ജൈനൻ തുടങ്ങിയ മറ്റനേക ആളുകള് ഈ ലോകത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗങ്ങളായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് യേശു ക്രിസ്തു ഈ ചരിത്രത്തിന്റെ ഭാഗമായിരുന്നില്ല എന്നുള്ളത് ആയിരുന്നില്ല എന്ന് പറയുവാൻ ബന്ധപ്പെടുന്നു? എന്തുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ജനത്തെക്കുറിച്ച് ഈ പറയപ്പെടുന്ന രേഖകൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. അത്യന്തം സ്പഷ്ടമായി ഒരു വ്യക്തിയുടെ ചരിത്രം ഈ 4 സുവിശേഷങ്ങളിലെ രേഖാചിത്രം പോലെ നമുക്ക് വരച്ച് തന്നിരിക്കുന്നു എന്ന് ചരിത്രകാരന്മാരാകുന്ന ആളുകൾ, പ്രത്യേകിച്ച് H.G. വെൽസന്റെ പ്രഖ്യാപനം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ചരിത്രത്തിലെ ജനനത്തിന്റെ നിസ്തുലതയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമാകുന്ന ഒരു സത്യസാക്ഷ്യമായി ഇവിടെ നിലകൊള്ളുകയാണ്. ഏണസ്റ്റ് റെനാൻ എന്ന് പറയുന്ന വേറൊരു ചരിത്രകാരുണ്ട്. അദ്ദേഹം പറയുന്ന യഥാർത്ഥത്തിൽ യേശു ഒരു ചരിത്ര പുരുഷൻ തന്നെയാണെന്നാണ്. ഏണസ്റ്റ് റെനാൻ പറയുന്നു, അകലെ നിന്ന് നോക്കുമ്പോൾ ഒരു യഥാർത്ഥ ലോകത്തിലെ യഥാർത്ഥമല്ലാത്ത ലോകത്തിലെ ഇരുണ്ടു മങ്ങിയ മേഘവാളുകൾക്കിടയിലൂടെ നീങ്ങുന്നുവെന്ന് തോന്നുന്ന സുവിശേഷത്തിന്റെ കഥ ഇവിടെ വന്നപ്പോൾ അതിന്റെ പൂർണ്ണമായ രൂപവും ഭാവവും പ്രാപിക്കുന്നുവെന്നാണ്. വേറൊരു വാക്കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ചരിത്രത്തിന്റെ 2 വശങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന കേന്ദ്ര ബിന്ദുവാണ് ചരിത്ര നിവൃത്തിയായി ജനിച്ച കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന്റെ ചരിത്രത്തെ സാധുതയെ മാറ്റി നിർത്തിയിട്ട് വിശ്വസ്തനായ ഒരു ചരിത്രകാരന് സത്യസന്ധമായ ഒരു ചരിത്ര ആവിഷ്കാരം രചിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഏണസ്റ്റ് റെനാൻ ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്ന് സ്ഥാപിക്കുവാൻ ഇംഗർസോൾ എന്ന് പറയുന്ന മഹാനായ മനുഷ്യന്റെ ഉപദേശം കേട്ട് എഴുതി തുടങ്ങുകയും ഒടുവിൽ യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്ന് എഴുതി അവസാനിപ്പിക്കുകയും ചെയ്ത മഹത്തായ ഒരു മനുഷ്യനായിരുന്നു ലീവാലസ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിന്റെ ബെൻഹർ എന്ന് പറയുന്ന പുസ്തകം സാധാരണ എല്ലാ ക്രൈസ്തവന്റെയും വീട്ടിലുണ്ടാവും. ലീവാലസിന്റെ ബെൻഹർ വായിച്ചവർക്കറിയാം, അത് എഴുതി തുടങ്ങിയത് യേശു ക്രിസ്തു ദൈവമല്ലെന്നും യേശു ക്രിസ്തു ചരിത്ര പുരുഷനെന്നും സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അതിന് അദ്ദേഹത്തിന് പ്രയോജനം നൽകിയ ഇംഗർസോളാണ്. ഇംഗർസോളിന്റെ വാക്ക് കേട്ട് യേശു ക്രിസ്തുവിന്റെ ചരിത്രത്തിലെ നിസ്തുലതയെ നിരാകരിച്ചുകൊണ്ട് പുസ്തകം എഴുതുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട ലീവാലസ് അവസാനം ബെൻഹർ എന്ന് പറയുന്ന മഹത്തായ കൃതി എഴുതി. ലോകത്തിലെ പരദേശി മോക്ഷയാത്രയും ബൈബിളും കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ വായിച്ചു തീർത്തിട്ടുള്ള പുസ്തകമാണ് ലീവാസിന്റെ ബെൻഹർ എന്ന് പറയുന്ന മനോഹരമായ ഈ കൃതി. അതിൽ അദ്ദേഹം യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് എത്രയും വിശ്വസനീയമായ ചരിത്ര രേഖകളോടെയാണ് ആ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയായിരുന്നാലും യേശു ക്രിസ്തുവിന്റെ സമകാലികരായി സുവിശേഷങ്ങളിൽ പറയപ്പെടുന്ന ഔഗസ്ത്യോസ് കൈസറും തിബരിയോസ് കൈസറും കുറേനിയോസും പീലാത്തോസും ഹേരോദ ഫിലിപ്പും അന്നാസും കയ്യഫാവും അവരെല്ലാവരും ചരിത്ര പുരുഷന്മാരായിരിക്കുകയും അവരുടെയൊക്കെ മുമ്പാകെ വിസ്തരിക്കപ്പെട്ടവനായ അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യപ്പെട്ടവനായ യേശു ക്രിസ്തു ചരിത്ര പുരുഷൻ അല്ലാതിരിക്കുകയും ചെയ്യുവാൻ യാതൊരു നിലയിലും സാധിക്കുകയില്ല. യുക്തി കൊണ്ട് ചിന്തിക്കുന്ന സാമാന്യ മനുഷ്യർക്ക് പോലും ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നതിൽ യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ ഈ ഊന്നൽ നൽകി പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ചരിത്രത്തിലെ ചരിത്ര പുരുഷൻ തന്നെ. അതായത് യേശു ക്രിസ്തു ചരിത്രത്തിലെ നിസ്തുലനായ വ്യക്തി പ്രഭാവമാണ്. H.G. വെൽസന്റെ തന്നെ ഒരു പ്രസ്താവന പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹിസ്റ്ററി ഈസ് ഹിസ്റ്റോറി. ചരിത്രം എന്ന് പറയുന്നത് അവന്റെ ചരിത്രമാണ്. ആരുടെ ചരിത്രം? കർത്താവായ യേശു ക്രിസ്തു ചരിത്രം. താൻ തുടർന്ന് പറയുന്നു, വിതൗട്ട് ഹിം ഈസ് നോ സ്റ്റോറി അറ്റ് ഓൾ. അവനെ കൂടാതെ ചരിത്രവും ഇല്ല, യാതൊരു ചരിത്രവുമില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഹിസ്റ്ററി, ഡിവൈഡിങ് ഇറ്റ് ഇൻടു 2 ഈക്വൽ പാർട്ട്, BC ആൻഡ് AD. വിശ്വചരിത്രത്തെ BC എന്നും AD എന്നും 2 തുല്യ കഷ്ണങ്ങളായി കീറിമുറിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ നടുവിൽ ചരിത്രത്തിന്റെ നാഴികക്കല്ലായി നിവർന്നു നിൽക്കുന്ന ചരിത്ര പുരുഷനാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചരിത്ര സത്യത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് വിശ്വസ്തമായ നിലയിൽ ഒരു ചരിത്രം എഴുതാനോ സ്ഥാപിക്കാനോ യാതൊരു വിശ്വസ്തനായ ചരിത്രകാരനും സാധിക്കില്ലെന്നാണ് ഏണസ്റ്റ് റെന്നാനും അഭിപ്രായപ്പെട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവായ യേശു ക്രിസ്തു കേവലം ഒരു ചരിത്ര പുരുഷൻ എന്ന് മാത്രമല്ല, അവൻ ജനനത്തിൽ നിസ്തുലനായി ഈ ലോകത്തിൽ ജനിച്ച് മുന്നെഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തുകളുടെ നിവർത്തിയെന്ന നിലയിൽ ഈ ലോകത്തിൽ കാലത്തിന്റെ സമ്പൂർണ്ണതയിൽ
സ്ത്രീയുടെ സന്തതിയായി അവതരിച്ച് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് കർത്താവായ യേശു ക്രിസ്തു ജനിച്ച് ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ അവതാരം ചെയ്തു. ഈ യേശു ക്രിസ്തു കേവലം മനുഷ്യനല്ല, അവനാരാണ്? മനുഷ്യനായി തീർന്ന ദൈവമാണ്. സ്വർഗത്തിന്റെ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുകയും ഒരേ സമയത്ത് തന്നെ ദൈവവും മനുഷ്യനുമായി ഈ ലോകത്തിൽ ജീവിച്ച് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 33 തിരുവയസ്സിന്റെ അന്ത്യത്തിൽ ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന ഗലീലിയുടെ ഗവർണറായിരുന്ന പീലാത്തോസിന്റെയും അതേ സമയത്ത് ആ നാളിൽ യഹൂദ രാജ്യം ഭരിച്ചിരുന്ന മഹാനായ ഹെരോദാവിന്റെയും ജീവകാലഘട്ടത്തിൽ പരസ്യമായി വിസ്തരിക്കപ്പെട്ട് കാൽവറിലെ ക്രൂശിലേക്ക് റോമൻ പടയാളികളാൽ ആനയിക്കപ്പെട്ട് 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിതനായി അരിമത്യയിലെ യോസേഫ് എന്ന് പറയുന്ന ഒരു ഗലീലിയയിലെ ഒരു മന്ത്രിയുടെ കുടുംബത്തിന് വേണ്ടി അദ്ദേഹം വെട്ടിയുണ്ടാക്കിയ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി ഇന്നും ജീവിക്കുന്ന വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ക്രിസ്തുവിനെ വിസ്തരിച്ച ഹെരോദ രാജാവ് ചരിത്രത്തിന്റെ ഭാഗമാണ്. യേശു ക്രിസ്തുവിനെ വിസ്തരിച്ച ഗലീലിയുടെ ഗവർണറായിരുന്ന പീലാത്തോസ് ചരിത്രത്തിന്റെ ഭാഗമാണ്. യേശുവിനെ വിസ്തരിച്ച മതകോടതിയുടെ നേതാക്കന്മാരായിരുന്ന ഹന്നാവും കയ്യഫാവും അമ്മായിയപ്പനും മരുമോനുമാണ്. അവരെ യഹൂദ ചരിത്രത്തിന്റെയും ലോക ചരിത്രത്തിന്റെയും ഭാഗങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ വിശ്വചരിത്രത്തിൽ മനുഷ്യനായി അവതരിച്ച കർത്താവായ യേശു ക്രിസ്തു എങ്ങനെ ചരിത്രത്തിന്റെ ഭാഗം അല്ലാതെയായി തീരും? അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ യേശു ക്രിസ്തു ലോകത്തിന്റെ ചരിത്രത്തിന്റെ മധ്യത്തിൽ നെടുന്തൂണായി നിവർന്നു നിൽക്കുന്ന ചരിത്ര പുരുഷനാണ്. ഈ യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നുവോ നിരാകരിക്കുന്നുവോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലോക ജീവിതത്തിന്റെ അപ്പുറത്തുള്ള നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തീരുമാനം നിങ്ങൾക്കുണ്ടാകുന്നത്. കർത്താവായ യേശുവിനെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ ഏറ്റുകൊള്ളുകയും അവനെ രക്ഷകനായി അംഗീകരിക്കുകയും കർത്താവായ യേശു എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതാരം ചെയ്ത് 33 തിരുവയസ്സിന്റെ അന്ത്യത്തിൽ എന്റെയും കൂടെ പാപത്തിന്റെ ഭാരം ചുമന്നുകൊണ്ടാണ് അവിടുന്ന് ക്രൂശിലേക്ക് കരേറിപ്പോയി എനിക്ക് വേണ്ടി മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത് എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ വേദപുസ്തകം പറയുന്നു നിങ്ങൾ രക്ഷിക്കപ്പെടും. എന്ത് രക്ഷ പ്രാപിക്കും? അതിക്രമങ്ങളുടെ മോചനമാകുന്ന വീണ്ടെടുപ്പ് നിങ്ങൾ പ്രാപിക്കും. അതായത് മനുഷ്യന് പാപനിമിത്തം അനുഭവിക്കേണ്ടി വരുന്ന നിത്യമായ മരണശിക്ഷാവിൽ നിന്നുള്ള ശാശ്വതമായ വിടുതൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വാസത്താൽ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ സാധിക്കും. അതിന് മതങ്ങൾ നിങ്ങളെ രക്ഷിക്കുകയില്ല. ഇസങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒരു നാൾ നിങ്ങൾക്ക് യാതൊരു വിധമായ ആശ്വാസവും സമാധാനവും നൽകുകയില്ല. അതുപോലെ യാതൊരു വിധമായിരുന്ന മത ചിന്തകളും തത്വചിന്തകളും നിങ്ങളെ ഒരു നിലയിലും നിങ്ങളുടെ ആത്മാവിലെ പാപത്തിന്റെ കന്വേഷണത്തിൽ നീക്കുവാൻ നിങ്ങൾക്ക് സഹായകമാകുകയില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ചരിത്രത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായി തീർന്നത്. ഇന്നും യേശു ക്രിസ്തുവിനെ വിശ്വചരിത്രത്തിന് മുമ്പാകെ ക്രൂശിതനായ ക്രിസ്തു എന്ന നിലയിൽ പിതാവായ ദൈവം അവനെ ലോകത്തിന്റെ മുമ്പാകെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് അതിങ്ങനെ പറയുന്നു, ദൈവം തന്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം താൻ നീതിമാനും യേശു ക്രിസ്തു വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നതുമാകിയാൽ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. വിശ്വചരിത്രത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം ചരിത്ര സംഭവമായി ചരിത്രത്തിന്റെ ഭാഗമായി അത് ലയിച്ചു ചേർന്നുവെങ്കിലും ദൈവദൃഷ്ടിയിൽ ഇന്നും കർത്താവായ യേശുവിനെ മാനവജാതിയുടെ രക്ഷകനായി രക്ഷയ്ക്കായി കാൽവറിയിലെ ഗോൽഗോഥായിൽ ദൈവം രക്ഷാ നായകനായി നിർത്തിയിരിക്കുകയാണ്. ഈ യേശു ക്രിസ്തു നിങ്ങൾ വിശ്വസിക്കുമോ? അതിന് മതം മാറുകയല്ല ചെയ്യേണ്ടത്. മതം മാറ്റം ക്രൈമാണ്. രാജ്യ നിയമങ്ങൾക്കും അത് എതിരാണ്. ഞങ്ങൾ ആരും അത് പ്രലോഭിപ്പിക്കുന്നവരോ അത് ഉത്സാഹിപ്പിക്കുന്നവരോ അല്ല. ഒരു മനുഷ്യന് യാതൊരു കാരണവശാലും തന്നെ മതം മാറരുതെന്ന് പറയുന്നവരാണ് ഞങ്ങൾ. മതം മാറിയാൽ മനുഷ്യൻ രക്ഷപ്പെടുകയില്ല. ശ്രീനാരായണ ഗുരുസ്വാമികൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു സൂക്തമുണ്ട്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി. അപ്പൊ മതമല്ല വിഷയം, മനുഷ്യൻ നന്നാകുക എന്നുള്ളതാണ്. സ്നേഹിത, താങ്കളും നീയും ഞാനും നിങ്ങളും പാപിയാണ്. താങ്കളും ഞാനും ഒരുപോലെ പാപത്തിന്റെ ഫലമായ മരണത്തിന് അടിമപ്പെട്ടവനാണ്. ഞാനും നിങ്ങളും ഒരുപോലെ മരണശിക്ഷയ്ക്ക് വിധേയപ്പെട്ടവനാണ്. ഞാനും നിങ്ങളും ഒരിക്കലും ഈ ഭൂമിയിൽ മരിക്കും. എന്നാൽ മരണത്തിന്റെ അപ്പുറത്ത് മനുഷ്യ ജീവിതമുണ്ട്. ആ ജീവിതത്തെ നിത്യ നരക സ്വർഗങ്ങൾ എന്നിങ്ങനെ വിശുദ്ധ വേദപുസ്തകവും ഉപദേശിക്കുന്നു. നിശ്ചയമായും മനുഷ്യൻ മരിച്ചാൽ
ഈ പറയപ്പെട്ട രണ്ട് സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് അവൻ പോയി ചെന്ന് എത്തിച്ചേർന്നേ മതിയാവുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പഴഞ്ചൊല്ലുണ്ട്, പാപി ചെല്ലുന്നതെല്ലാം പാതാളം. പാപി എത്തിച്ചേരുന്ന സ്ഥലത്തിന്റെ പേരാണ് പാതാളം അല്ലെങ്കിൽ നരകം. എന്നാൽ കർത്താവായ യേശുവിനെ ജീവിതത്തിൽ കാലാകാലങ്ങളിലായി ജീവിച്ചിരുന്ന് കർത്താവിനെ രക്ഷിതാവാം കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് പാപങ്ങളുടെ മോചകനായി ക്രിസ്തു മാത്രമാണ് ഏക രക്ഷകൻ അംഗീകരിച്ച് അവനായി ജീവിതം സമർപ്പിക്കുന്ന ഏത് മനുഷ്യന്റെയും പാപത്തെ സമ്പൂർണമായി പരിഹരിച്ച് ശുദ്ധീകരിച്ച് അവനെ ജീവ പുസ്തകത്തിൽ പേരെഴുതി നിത്യജീവൻ നൽകി ദൈവത്തിന്റെ നിത്യമായ സന്തോഷത്തിലേക്ക് അവരെ ചേർക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഏക രക്ഷാമാർഗമാണ് കാൽവരിലെ ക്രൂശിലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപ പരിഹാര ബലി. ഇത് വളരെ ലളിതമായ നിലയിലാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾക്കും ഈ രക്ഷകളിൽ വിശ്വസിക്കാം. നിങ്ങൾക്കും ഈ രക്ഷകനെ ആവശ്യമുണ്ട്. കർത്താവ് പറഞ്ഞു, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. അങ്ങനെ തന്നെ ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ രക്ഷിപ്പാൻ വന്നത്. കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിപ്പാൻ വേണ്ടിയാണ്. അതിക്രമങ്ങളുടെ മോചനത്തിന് വേണ്ടി ദാഹിക്കുന്ന വലിയൊരു സമൂഹത്തെ സൗജന്യമായി രക്ഷിപ്പാനാണ് കർത്താവായ യേശു ഭൂമിയിൽ വന്നത്. നമ്മുടെ യാതൊരു നീതി പ്രവൃത്തികളും പുണ്യപ്രവൃത്തികളും കർമ്മങ്ങളും കൂതാശകളും പിന്നെ കർമ്മകാണ്ഡങ്ങളും കുർബാനകളും ഒന്നും മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കുകയില്ല. അതിനുള്ള ഏക മാർഗം കർത്താവായ യേശു ക്രിസ്തുള്ള വിശ്വാസമാണ്. അവന്റെ പാപപരിഹാര ബലിയിലുള്ള സമർപ്പണമാണ്. അതിന് നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ കർത്താവായ യേശുവിന് മനസ്സുമുണ്ട്. സമൂഹത്തിലെ ഏറ്റവും കൊള്ളതാത്തൊരു പാപിയെയും കർത്താവ് സ്വീകരിക്കുന്നു. അവിടുന്ന് നൽകുന്ന ആഹ്വാനം അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനുള്ളവരെ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിക്കും. മതത്തിന്റെയും തത്വചിന്തയുടെയും സാമൂഹിക ചിന്തകളുടെയും മറ്റ് ഭാര ചുമടുകൾ ചുമന്നുകൊണ്ട് ആത്മരക്ഷയ്ക്ക് വേണ്ടി അത്യധ്വാനം ചെയ്തിട്ട് നിരാശ മാത്രം മിച്ചം പിടിക്കുന്ന മനുഷ്യനെ നോക്കി കർത്താവ് പറയുകയാണ്, എന്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞങ്ങളൊക്കെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിൽ അങ്ങനെയുള്ള പല മാർഗങ്ങളും അവലംബിച്ച ശേഷവും നിരാശ മാത്രം മിച്ചം പിടിച്ച ആളുകൾ ഏറ്റവും ഒടുവിലായി കണ്ടെത്തിയ രക്ഷാമാർഗമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക രക്ഷകൻ. ആ ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുമ്പോൾ പെന്തക്കോസ്ത് നാളിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ അനവ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന പത്രോസ് വിളിച്ചു പറഞ്ഞു, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നാം രക്ഷ പ്രാപിപ്പാൻ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല. ആകയാൽ അറിയായ്മയുടെ കാലങ്ങളെ ഗണ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മനസ്സാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഈ സുവിശേഷം കേട്ടിട്ടും വിശ്വസിച്ചില്ല എങ്കിൽ, ആ സുവിശേഷത്തിന്റെ യാഥാർത്ഥ്യത്തെ നിങ്ങൾ ഉൾക്കൊണ്ടില്ല എങ്കിൽ, നിങ്ങളുടെ പാപത്തെക്കുറിച്ചും പാപത്തിന്റെ ശിക്ഷാവിധിയെക്കുറിച്ചും നിങ്ങൾ ഒരിക്കൽ പോലും ബോധവാന്മാരായിരുന്നില്ല എങ്കിൽ, ആ കാലങ്ങളെ മൊത്തമായി അറിയായ്മയുടെ കാലങ്ങളായി ഗണ്യമാക്കിക്കൊണ്ട് കർത്താവ് വിളിച്ചു പറയുകയാണ്, ഞാൻ ക്ഷമിക്കുന്നു, നിങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് വരിക. കർത്താവിൽ വന്ന് അവനിൽ വിശ്വസിക്കുക, അവനായി ജീവിതം സമർപ്പിക്കുക. യേശുവെ, അങ്ങയുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിന്മേൽ മരിച്ചു, എന്റെ രക്ഷയ്ക്കായി അങ്ങ് ഉയർത്തെഴുന്നിട്ട് ജീവിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്നെ തന്നെ അങ്ങേക്കായി സമർപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് കർത്താവായ യേശുവിനായി ജീവിതം സമർപ്പിക്കുക. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും, എത്ര രക്താംബരം പോലെ കടുംചുവപ്പായിരുന്നാലും അത് പഞ്ഞു പോലെ ആയിത്തീരും. ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:14 യോഹന്നാൻ ഇപ്രകാരം പറയുകയാണ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, സ്വർഗത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് പാപിയായ മനുഷ്യരുടെ ദൈവം നൽകിയ തന്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ നിങ്ങൾ മനഃപൂർവ്വമായി അവഗണിച്ചു കളഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള അതിഭയാനകമായ ഒരു ക്രോധാഗ്നി മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ എന്നാണ്. ആയാൽ യേശു ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ച് അവനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവമക്കളായി തരുവാൻ നിങ്ങളെ ഞാൻ ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ സാദരം സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുണ്ട്.